ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എക്സാം പോയിന്റ്. അങ്ങനെ നമ്മൾ +1 ഫിസിക്സിലെ ആദ്യത്തെ 6 പാഠങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞല്ലേ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗുരുത്വാകർഷണത്തെ കുറിച്ചിട്ടാണ് അല്ലേ. വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ചാപ്റ്റർ 7 ഗ്രാവിറ്റേഷൻ. തുടങ്ങാം. ഓക്കെ, നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് കെപ്ലേഴ്സ് ലോ ആണ് കേട്ടോ. 3 ലോസ് ആണ് ഈ ഒരു കെപ്ലേഴ്സ് ലോയിൽ വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുക ലോ ഓഫ് ഓർബിറ്റ്സിനെ കുറിച്ചിട്ടാണ്. അതിനുശേഷം നമ്മൾ കാണുക ലോ ഓഫ് ഏരിയാസ് ആൻഡ് ഫൈനലി വി വിൽ ലേൺ അബൌട്ട് ലോ ഓഫ് പീരിയഡ്സ്. അപ്പോൾ ഈ 3 നിയമങ്ങളെയാണ് നമ്മൾ കെപ്ലേഴ്സ് ലോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നിയമം എന്താണെന്ന് നോക്കാം, ലോ ഓഫ് ഓർബിറ്റ്സ്. അപ്പോൾ ലോ ഓഫ് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഓർബിറ്റ് എന്ന് ആദ്യം അറിയണ്ടേ. എന്താണ് ഓർബിറ്റ്? നിങ്ങൾക്ക് അറിയാമോ ഓർബിറ്റ് എന്താണ്? നമുക്കറിയാം, പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റും കറങ്ങുന്നത് ഒരു ഫിക്സഡ് പാത്തിലാണ് അല്ലേ. ആ ഫിക്സഡ് പാത്തിനെ നമ്മൾ എന്താ പേര് വിളിക്കുന്നത്? ഓർബിറ്റ് എന്നാണ്. അതിന് ഒരു സർക്കുലർ ഷേപ്പ് ആയിരിക്കും, അതൊരു എലിപ്റ്റിക്കൽ ഷേപ്പാണ്, നിങ്ങൾക്കറിയാം. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നിയമം കാണാം. ലോ ഓഫ് ഓർബിറ്റ് ആണ് നമ്മൾ കാണുക. ഓൾ പ്ലാനറ്റ്സ് മൂവ് in elliptical orbits with the sun situated at one of the foci of the ellipse. ആ എലിപ്സിൻ്റെ വൺ ഓഫ് ദ ഫോക്കസിൽ സൺ വരുമ്പോൾ പ്ലാനറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ദേ മൂവ് ഇൻ എലിപ്റ്റിക്കൽ പാത്ത്. ആ നിയമത്തെയാണ് നമ്മൾ ലോ ഓഫ് ഓർബിറ്റ് എന്ന പേരിൽ പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഇത് ഇതുപോലെ തന്നെ പരീക്ഷയ്ക്ക് എഴുതാൻ നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എലിപ്സ് എന്താണെന്ന് അറിയണ്ടേ. എന്താണ് എലിപ്സ്? ഇറ്റ് ഈസ് ദ പാത്ത് ട്രേസ്ഡ് ഔട്ട് ബൈ എ പ്ലാനറ്റ് അറൗണ്ട് ദ സൺ. അപ്പോൾ സണ്ണിന് ചുറ്റും വലയം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ വലം വെച്ചുകൊണ്ട് ഗ്രഹങ്ങൾ കറങ്ങുന്നത് എന്ത് ഷേപ്പിലാണ്? എലിപ്റ്റിക്കൽ ഷേപ്പിൽ അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ പാത്തിലാണ്. ദ ക്ലോസസ്റ്റ് പോയിന്റ്, നിങ്ങൾ ഈ ഒരു പിക്ചറിലേക്ക് ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും. ദ ക്ലോസസ്റ്റ് പോയിന്റ് പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് പെരിഹീലിയൻ. എന്താണ്? പെരിഹീലിയൻ. ആൻഡ് ദ പോയിന്റ് എ, ഇവിടെ എ എന്ന് പറഞ്ഞ് നിങ്ങൾ കാണുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ അപ്ഹീലിയൻ. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ ജോഗ്രഫിയിലൊക്കെ പഠിച്ചിട്ടുള്ളൊരു കൺസെപ്റ്റാണ് പെരിഹീലിയൻ ആൻഡ് അപ്ഹീലിയൻ. മിസ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്നാലും മനസ്സിലാക്കുക, ഇവിടെ നിങ്ങൾക്ക് ഒരു പ്ലാനറ്റ് സണ്ണിന് ചുറ്റും കറങ്ങുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ തന്നെ ക്ലോസസ്റ്റ് പോയിന്റ് ആണ് എന്ത്? ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ക്ലോസസ്റ്റ് പോയിന്റ് പി ആണ്. സോ അതാണ് പെരിഹീലിയൻ. എ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്താണ്? മാക്സിമം ഡിസ്റ്റൻസ് ഉള്ള പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്ത് വിളിക്കും? വി വിൽ കോൾ ഇറ്റ് ആസ് ദ അപ്ഹീലിയൻ. ഇനി ഇവിടെ ദ സെമി മേജർ ആക്സിസ്. ദ സെമി മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഹാഫ് ദ ഡിസ്റ്റൻസ് എ പി. അതായത് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും പി എന്ന് പറയുന്ന പോയിന്റിൻ്റെ ഹാഫ്, അതായത് ഈ എ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ നിന്ന് പി എന്ന ഈ ഒരു പോയിന്റിലേക്കുള്ള ദൂരം നമ്മളിവിടെ 2a ആയിട്ട് കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഹാഫ് അല്ലേ, ദ ഹാഫിനെയാണ് നമ്മൾ സെമി മേജർ ആക്സിസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ കാണുക രണ്ടാമത്തെ കെപ്ലർ നിയമമാണ്. ദാറ്റ് ഈസ് ദ ലോ ഓഫ് ഏരിയാസ്. എന്താണ് ലോ ഓഫ് ഏരിയാസ്? കാണാം. ദ ലൈൻ ദാറ്റ് ജോയിൻസ് എനി പ്ലാനറ്റ് ടു ദ സൺ സ്വീപ്സ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഏത് ലൈൻ, ആ ലൈൻ ഏതാണോ ഒരു പ്ലാനറ്റിനെ സണ്ണായിട്ട് ജോയിൻ ചെയ്യുന്നത്, ഇറ്റ് സ്വീപ്സ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. സമയത്തിനനുസരിച്ച് തുല്യമായ ഇൻ്റർവെല്ലുകളിൽ തുല്യമായ ഏരിയാസ് ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത്? സ്വീപ്പ് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ കവർ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ലോ ഓഫ് ഏരിയാസ് എന്ന് പറയുന്നത്. ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട നിയമം ആയതുകൊണ്ടാണ് ഈ നിയമം ലോ ഓഫ് ഏരിയ എന്നറിയപ്പെടുക കേട്ടോ. അപ്പോൾ ദ ലൈൻ ദാറ്റ് ജോയിൻ എനി പ്ലാനറ്റ് ടു ദ സൺ എന്ത് ചെയ്യും? ഇറ്റ് വിൽ സ്വീപ്പ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ടൈം ഇൻ്റർവെൽ. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അവിടെ ഏരിയൽ വെലോസിറ്റിയുടെ വാല്യൂ എന്തായിരിക്കും?
ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ഏരിയ സ്വീപ്പ് ഔട്ട് ചെയ്യുമ്പോൾ അവിടെ ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കണം. മനസ്സിലായോ? അപ്പോൾ ഓർക്കുക, ലോ ഓഫ് ഏരിയാസിന് നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? അവിടെയുള്ള ഏരിയൽ വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതിന് മാറ്റമുണ്ടാകുന്നില്ല. കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്ക് ഒരു നിയമം കൂടി കാണാനുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുന്ന ഈ ഒരു പിക്ചർ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അതായത് ആ സ്വീപ്പ് ഔട്ട് ചെയ്ത് പോകുന്നതാണ് നമ്മൾ കാണിച്ചു തന്നിരിക്കുന്നത്. ജസ്റ്റ് ഈ ഒരു പിക്ചർ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. പരീക്ഷയ്ക്ക് അങ്ങനെ പടം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ നോക്കുക കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു സെൻട്രൽ ഫോഴ്സ് ആണ് കേട്ടോ. If the direction of the force on the planet is along the vector joining the sun and the planet, അതിനെ നമ്മൾ സെൻട്രൽ ഫോഴ്സ് എന്ന് പറയും. അതായത് പ്ലാനറ്റിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അത് സൺ ആൻഡ് പ്ലാനറ്റ് ആയിട്ടുള്ള ആ വെക്ടറിന് ദിശയിലാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തെന്ന് അറിയപ്പെടുന്നത്? സെൻട്രൽ ഫോഴ്സ് എന്നായിരിക്കും അറിയപ്പെടുക. The law of area is a consequence of the conservation of angular momentum. ആംഗുലർ മൊമെൻ്റ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ഇവിടെ ലോ ഓഫ് ഏരിയ എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രത്യാഘാതമായിട്ടാണ് അറിയപ്പെടുക? ഇറ്റ് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് ദ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻ്റം. ജസ്റ്റ് ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ വെക്കണം കേട്ടോ. ഇനി നമ്മൾ കാണുക ലാസ്റ്റ് നിയമത്തിലേക്കാണ് വരുന്നത്. കെപ്ലറിൻ്റെ മൂന്നാമത്തെ ലോ എന്നറിയപ്പെടുന്നത് ലോ ഓഫ് പീരിയഡ് ആണ് കേട്ടോ. ലോ ഓഫ് പീരിയഡ് ആണ് കെപ്ലറിൻ്റെ മൂന്നാം നിയമം എന്ന പേരിൽ അറിയപ്പെടുക. സോ ഇവിടെ ദ സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് എ പ്ലാനറ്റ്. അത്ര ഓർക്കാൻ തന്നെ പാടുപെടും അല്ലേ. എന്താണ് പറഞ്ഞത്? ദ സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് എ പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ് ഓഫ് ദ എലിപ്സ് ട്രേസ്ഡ് ഔട്ട് ബൈ ദ പ്ലാനറ്റ്. കട്ട് ചെയ്ത് പിടിക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കിതിന് ഇക്വേഷൻ രൂപത്തിലേക്ക് ആക്കാം. സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഓഫ് ദ റെവല്യൂഷൻ ഓഫ് പ്ലാനറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ടൈം പീരീഡ് നമുക്ക് ടി എന്ന് നോട്ട് ചെയ്യാം അല്ലേ. സോ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തിന് പ്രപ്പോർഷണലാ? ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ് ഓഫ് ദ എലിപ്സ് ട്രേസ്ഡ് ഔട്ട് ബൈ ദ പ്ലാനറ്റ്. സെമി മേജർ ആക്സിസിനെ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. നമ്മൾ എ എന്ന് പറഞ്ഞ ലെറ്റർ ആയിട്ടാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്തത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തെടുത്താൽ മതി? എ ആണ് സെമി മേജർ ആക്സിസ്, അതിൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ എ ക്യൂബ് എന്ന് എഴുതണം. സോ നമ്മുടെ ലോ ഓഫ് പ്ലാനറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വേണ്ട ഇക്വേഷൻ എന്താണ്? ടി സ്ക്വയർ ഇസ് പ്രപ്പോർഷണൽ ടു എ ക്യൂബ്, ബട്ട് ടി ഇസ് ദ ടൈം പീരീഡ് ആൻഡ് എ ഇസ് ദ സെമി മേജർ ആക്സിസ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇസ് ദ സെമി മേജർ ആക്സിസ്. മനസ്സിലായല്ലോ എല്ലാവർക്കും. സോ ഇതാണ് കെപ്ലറിൻ്റെ മൂന്നാം നിയമം കേട്ടോ. തേർഡ് ലോ എന്നറിയപ്പെടുന്നത് ഇതാണ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ സെമി മേജർ ആക്സിസ് ആണ്. ടി എന്ന് പറഞ്ഞ ടൈം പീരീഡ് ഓഫ് ദ റെവല്യൂഷൻ ഓഫ് പ്ലാനറ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു സിമ്പലാണ്. അപ്പോൾ കെപ്ലറിൻ്റെ 3 നിയമങ്ങൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ കെപ്ലറിൻ്റെ നിയമങ്ങൾ, കെപ്ലറിൻ്റെ ലോസും ഒബ്സർവേഷൻസും ഒക്കെ നമ്മൾ മോഷൻ ഓഫ് പ്ലാനറ്റ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ കണ്ടതാണ് അല്ലേ. അപ്പോൾ ഈ നിയമങ്ങളായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പല കാര്യങ്ങളും ന്യൂട്ടനിലേക്ക് വന്നെത്തുന്നുണ്ട്. ന്യൂട്ടനാണ്, സർ ഐസക് ന്യൂട്ടൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹി ഗേവ് എ യൂണിവേഴ്സൽ ലോ ഓഫ് ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ. അപ്പോൾ കെപ്ലറിന്റെ നിയമങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സർ ഐസക് ന്യൂട്ടൻ എന്ത് ചെയ്യുന്നുണ്ട്? യൂണിവേഴ്സിലെ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും അല്ലെങ്കിൽ എല്ലാ പാർട്ടിക്കിൾസ് ഓഫ് മാറ്ററിനെയും കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു എന്താ പറയുക കോമൺ ആയിട്ടൊരു ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗുരുത്വാകർഷണത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ലോ ആയിട്ട് ഇന്നും നമ്മൾ കണക്കാക്കുന്നതാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു കാണും, നമുക്ക് നന്നായി തന്നെ ഇത് പഠിക്കണം കേട്ടോ. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. പ്രപഞ്ചത്തിൽ എവിടെയും ഈ ലോയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്.
അതുകൊണ്ടാണ് യൂണിവേഴ്സൽ ലോ എന്ന് തന്നെ അറിയപ്പെടുന്നത്. അപ്പോൾ ഗുരുത്വാകർഷണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പ്രപഞ്ച സത്യമാണ് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ. കേട്ടോ, പോകാം. യൂണിവേഴ്സൽ ലോ എന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് നോക്കാം. അതായത് പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് അട്രാക്ട്സ് ഈച്ച് അതർ, പരസ്പരം അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. പ്രപഞ്ചത്തിൽ ഇപ്പോൾ നമ്മൾ ഭൂമി നോക്കുവാണെങ്കിൽ ഒരു വലിയ തെങ്ങ് ഒരു കൊപ്രയെ അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ ഒരു ട്രീ തൊട്ടടുത്തുള്ള മണ്ണിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ കാന്തം പോലെ അട്രാക്ട് ചെയ്തിരിക്കുന്നതല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാ വസ്തുക്കൾക്കും പരസ്പരം എന്തുണ്ട്, ഒരു അട്രാക്ഷൻ ഉണ്ട്. അതാണ് പറയുക. Everybody in the universe attracts each other. ഇനി അവർ അട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? They attract each other with a force. ഒരു ഫോഴ്സ് വെച്ചാണ് അവർ എന്ത് ചെയ്യുന്നത്, അട്രാക്ട് ചെയ്യുന്നത്. ഇനി ആ ഫോഴ്സിന് എന്തിനെല്ലാം പ്രപ്പോർഷണൽ ആണെന്ന് നോക്കിക്കേ. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ്. മാസുകൾക്ക് പ്രപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ രണ്ട് വസ്തുക്കൾ കൺസിഡർ ചെയ്യുമ്പോൾ അവരുടെ പ്രൊഡക്റ്റിന് പ്രപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്, അവർ തമ്മിലുള്ള ദൂരത്തിന് സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ലോയെ നന്നായിട്ടൊന്നൊരു ഇക്വേഷനിലേക്ക് മാറ്റണം. നന്നായിട്ട് മനസ്സിലാക്കിയാലേ അതിന് ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ആ ഒരു ഇക്വേഷനിലേക്ക് വന്നാലോ, നോക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് രണ്ട് വസ്തുക്കളെ കൺസിഡർ ചെയ്യാം കേട്ടോ. ഒരു ഫസ്റ്റ് ബോഡി നമ്മൾ അതിൻ്റെ മാസ് m1. ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ആണ് കൺസിഡർ ചെയ്യുക, അതിൻ്റെ മാസ് m1 ആണ്. വി ഹാവ് അനദർ ബോഡി ബി. സോ എ എന്ന് പറഞ്ഞ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, എ എന്ന് പറഞ്ഞ ബോഡി എ അട്രാക്ട്സ് ബോഡി ബി. അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് ബോഡിയുടെ മാസ് m1, സെക്കൻഡ് ബോഡിയുടെ മാസ് m2. ഇനി ഈ രണ്ട് ബോഡീസിനെയും സെൻറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്, റേഡിയസ് r എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ഡിസ്റ്റൻസ് ആണ് നമ്മൾ r എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് നമുക്ക് ഇക്വേഷനിലേക്ക് വരാമല്ലോ. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ എന്താണ് പറഞ്ഞത്, സോ ഫോഴ്സ് അട്രാക്ട് ചെയ്യുന്നത് ഫോഴ്സിന് പ്രപ്പോർഷണലാന്ന് പറഞ്ഞു. ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദിയർ മാസസ് എന്നല്ലേ ആദ്യം പറഞ്ഞത്. ഒന്നാമത്തെ ബോഡിയുടെ മാസ് m1 രണ്ടാമത്തെ ബോഡിയുടെ മാസ് m2 ആണെങ്കിൽ എഫ് ഇസ് പ്രപ്പോർഷണൽ ടു m1 ഇൻറ്റു m2. ശരിയല്ലേ? ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ 1. വീണ്ടും ഒരു കാര്യം കൂടി പറഞ്ഞു, എഫ് ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു, അല്ലെങ്കിൽ നമുക്കിതിനെ മറ്റൊരു രീതിയിൽ എഴുതാം. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് സിമ്പിൾ കൊടുത്താൽ മതി, യെസ്, പ്രപ്പോർഷണൽ ടു 1 എന്നാക്കിയാൽ മതി അല്ലേ. എന്തിന് പ്രപ്പോർഷണൽ ആണെന്നാ പറഞ്ഞേ, സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഡിസ്റ്റൻസ് r ആണെങ്കിൽ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ r² ആണ് അല്ലേ. സോ ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. ഇനി ഇത് രണ്ടും എഫുകളുടെ ഇക്വേഷൻസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ, രണ്ട് ഇക്വേഷൻ കൂടെ ഒന്നായിട്ട് മാറ്റാം. അതായത് therefore f is proportional to ന്യൂമറേറ്ററിൽ m1 ഇൻറ്റു m2 എന്ന് എഴുതാം, ഡിനോമിനേറ്ററിൽ r² എന്ന് എഴുതാം. സോ എഫ് പ്രപ്പോർഷണൽ ടു m1 m2 ബൈ r² എന്ന് വരും. ഇനി ഈ പ്രപ്പോർഷണാലിറ്റി കളയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു കോൺസ്റ്റൻറ്റിനെ ഇട്ട് കൊടുക്കണം അല്ലേ. സോ ദാറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്, എഫ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി. ജി ഇസ് ദ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ഇൻറ്റു m1 ഇൻറ്റു m2 ബൈ r². സോ നമ്മൾ ഫൈനൽ ഇക്വേഷനിലേക്ക് എത്തി. യൂണിവേഴ്സൽ ലോഡ് ഇക്വേഷൻ എന്താണ്, എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു m1 m2 ബൈ r². അവിടെ ജി എന്ന് പറഞ്ഞാൽ എന്താണ്, വേർ ജി ഇസ് ദ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്യാപിറ്റൽ ജി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ?
അപ്പോൾ എന്താണ് യൂണിവേഴ്സൽ ലോ? എവ്രി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് ഈച്ച് അതർ വിത്ത് എ ഫോഴ്സ് വിച്ച് ഈസ് പ്രപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ അതിന് രണ്ടിനെയും കൂടെ ഒറ്റ ഇക്വേഷൻ ആക്കുന്നു. പ്രപ്പോർഷണാലിറ്റി കളയാൻ വേണ്ടി ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കുന്നു. ആ കോൺസ്റ്റൻറ്റിൻ്റെ പേരാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. സോ എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു m1 m2 ബൈ ആർ സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടുന്ന റിലേഷൻ. ഓക്കെ, ദിസ് ഇസ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പോൾ എന്താണ് ഈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് അഥവാ ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത്? ക്യാപിറ്റൽ ജി അഥവാ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണെന്നൊന്ന് പറയാമോ? എന്താണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ? എന്താണ്? യെസ്, ഈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് അതിനൊരു വാല്യൂ ഉണ്ട്, ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്. സോ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 6.67 ഇൻറ്റു 10⁻⁻11. ഇനി ഇതിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കണം അല്ലേ? യൂണിറ്റ് നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ? യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് ഓഫ് ജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഫിൻ്റെ ഇക്വേഷൻ എന്താ? എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു m1 ഇൻറ്റു m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നാണ് അല്ലേ? ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ് ജി? ജി എന്ന് പറഞ്ഞാൽ m1 m2 ഡിവൈഡഡ് ബൈ എഫ് ആർ സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതിക്കൂടെ? എങ്ങനെ എഴുതാം? യെസ്, അതായത് ഈ പറഞ്ഞ m1 m2 ഇൻറ്റു ജി ആണ് എഫ് ആർ സ്ക്വയർ അല്ലേ? സംശയം നമുക്കൊന്ന് എഴുതി നോക്കാം. ജി ഇൻറ്റു m1 m2 is equal to f ഇൻറ്റു ആർ സ്ക്വയർ. സോ ജി എന്തായിരിക്കും? എഫ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ m1 m2. സോ നമുക്കിവിടെ അത് എന്ത് ചെയ്യണം? അതിൻ്റെ യൂണിറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ യൂണിറ്റ് ഫോർ ജി. അപ്പോൾ നമുക്ക് യൂണിറ്റ് ഓഫ് ജി കണ്ടുപിടിക്കാം കേട്ടോ. യൂണിറ്റ് ഫോർ ജി. യൂണിറ്റ് എഴുതാൻ വേണ്ടി എന്ത് ചെയ്യണം? ആദ്യമേ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, റേഡിയസിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? മീറ്റർ സ്ക്വയർ എന്ന് വരും. അപ്പോൾ NM സ്ക്വയർ എന്നായി. ഡിവൈഡഡ് ബൈ m1 ഇൻറ്റു m2 മാസ് കിലോഗ്രാമിലാണ് അല്ലേ? സോ അതെന്ത് വരും? കിലോഗ്രാം സ്ക്വയർ എന്ന് വരും. ഇത് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം റേസ് ടു -2 എന്ന് എഴുതാം. സോ ദിസ് ഈസ് ദ യൂണിറ്റ് ഫോർ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ദാറ്റ് മീൻസ് NM സ്ക്വയർ കിലോഗ്രാം റേസ് ടു -2. ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഇതിൻ്റെ ഡയമെൻഷണൽ ഫോമുല കുടിക്കാൻ അറിഞ്ഞൂടെ? അത് ചെയ്ത് നോക്കുക കേട്ടോ. സോ ജിയുടെ വാല്യൂ ആണ് 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ SI യൂണിറ്റ് കേട്ടോ. മനസ്സിലായല്ലോ? സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത യൂണിറ്റ് SI യൂണിറ്റ് ആണ്. അത് നിങ്ങൾക്കറിയാം അല്ലേ? ഇനി നമുക്കിതിനെക്കുറിച്ച് സ്പെഷ്യാലിറ്റീസ് കാണാം. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? ഇറ്റ് ഈസ് ആൻ അട്രാക്റ്റീവ് ഫോഴ്സ്. അത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് ആൻ അട്രാക്റ്റീവ് ഫോഴ്സ്. അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ, അതായത് എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു m1 m2 ബൈ ആർ സ്ക്വയർ എന്നുള്ള ഇക്വേഷനെ നമ്മൾ വെക്റ്റർ ഫോമിലൊന്ന് എഴുതിയാൽ എന്തായിട്ട് മാറുമെന്ന് അറിയാമോ? വെക്റ്റർ ഫോമിൽ എഴുതുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി നമ്മൾ നോട്ട് ചെയ്യണം. അത് ഇത്ര മാത്രം, വളരെ സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. അതായത് ഇവിടെ ഒരു ചെറിയ മാറ്റം വരും. അതായത് ഇതിൻ്റെ കൂടെ എന്താണ്? ഒരു ആർ വെക്റ്റർ കൂടെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ സൈനും കൂടി നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എഫ് എന്തായിട്ട് മാറും? എഫ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു നെഗറ്റീവ് ഓഫ്, അല്ലേ? അവിടെ സൈൻ നെഗറ്റീവായി. നെഗറ്റീവ് ജി m1 m2 അങ്ങനെ വന്നു. അതുപോലെ തന്നെ ആർ വെക്റ്റർ വന്നു. ഡിവൈഡഡ് ബൈ എന്ത് വരും? ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് വരും.
അപ്പോൾ ഇതൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. സോ അട്രാക്റ്റീവ് ഫോഴ്സ് ആയതുകൊണ്ടാണ് നമുക്കിവിടെ വെക്റ്റർ ഫോം എഴുതുമ്പോൾ എന്ത് വരുന്നത്? നെഗറ്റീവ് സൈൻ. നെഗറ്റീവ് സൈൻ ഓഫ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഷോസ് ദാറ്റ് ഇറ്റ് ഈസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ. മനസ്സിലായോ? അപ്പം നെഗറ്റീവ് സൈൻ കാണിക്കുന്നത്, ദ നെഗറ്റീവ് സൈൻ എന്ത് കാണിക്കും? ഇറ്റ് ഷോസ് ദാറ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ആണ്. ഇനി ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മീഡിയം. ഏത് മീഡിയമാണ് എന്നുള്ളത് പ്രധാനമല്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മീഡിയം. ഇറ്റ് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. നമുക്ക് പ്രകൃതിയിൽ കാണാൻ സാധിക്കുന്ന ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ളൊരു ഫോഴ്സാണ് എന്ത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇറ്റ് ഫോംസ് എൻ ആക്ഷൻ റിയാക്ഷൻ പെയർ. ഇപ്പോൾ F12 എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നത് എന്തിലാണോ അതിൻ്റെ നെഗറ്റീവായിട്ട് F21 തിരിച്ചു ആക്ട് ചെയ്യും. ദേ വിൽ ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അപ്പോൾ അതൊരു ദ ഫോഴ്സ് ഓൺ ദ ഫസ്റ്റ് പാർട്ടിക്കിൾ ഡ്യൂ ടു ദ സെക്കൻഡ് പാർട്ടിക്കിൾ വിൽ ബി ഈക്വൽ ടു ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സെക്കൻഡ് പാർട്ടിക്കിൾ ഡ്യൂ ടു ദ ഫസ്റ്റ് പാർട്ടിക്കിൾ. പക്ഷേ നെഗറ്റീവ് ആയിരിക്കും. ഈക്വലും ആണ്, എന്നാൽ ഓപ്പോസിറ്റും ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പോയിന്റ് ഇങ്ങനെ പറയാം. അതായത് F12 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു -F21. ഡയറക്ഷൻ മാറുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈക്വലും ആണെന്നാൽ അത് ഓപ്പോസിറ്റും ആയിരിക്കും. ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണം കേട്ടോ. ഇനി ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. എക്സാമിന് ചോദിക്കുമ്പോൾ ഈ പോയിന്റ്സ് നിങ്ങൾ എഴുതണം കേട്ടോ. ഇനി നമ്മൾ കാണുക ഡിഡക്ഷൻ ഓഫ് കെപ്ലേഴ്സ് തേർഡ് ലോ. കെപ്ലറിൻ്റെ മൂന്നാം നിയമത്തിന് നമുക്കൊരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഒരു ഇക്വേഷൻ്റെ ഫോർമാറ്റിലേക്ക് അങ്ങനെ എഴുതുവാണെങ്കിൽ എന്താണ് നമുക്ക് എഴുതേണ്ടതെന്നാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, നമുക്ക് എന്തായാലും പ്ലാനറ്റ് ഉണ്ടല്ലോ. പ്ലാനറ്റ് എങ്ങനെ കറങ്ങും? എലിപ്റ്റിക്കൽ പാത്തിൽ സണ്ണിന് ചുറ്റും കറങ്ങുവാന്ന് നമുക്കറിയാം. അങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നു. ലെറ്റ് ദ മാസ് ഓഫ് പ്ലാനറ്റ്, പ്ലാനറ്റിൻ്റെ മാസ് എന്ന് പറഞ്ഞ് നമുക്ക് M ആയിട്ട് കൺസിഡർ ചെയ്യാം. മാസ് ഓഫ് പ്ലാനറ്റ് ലെറ്റ് ഇറ്റ് ബി M ആൻഡ് ഇറ്റ് ഈസ് ഓർബിറ്റിംഗ് അറൗണ്ട് ദ സൺ ഓഫ് മാസ് ക്യാപിറ്റൽ M. അപ്പോൾ മാസ് ഓഫ് സൺ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ M ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ സണ്ണാണ് ബിഗ്ഗർ, പ്ലാനറ്റ് അതിന് ചുറ്റും കറങ്ങുന്നു, അതിൻ്റെ മാസാണ് സ്മോൾ ലെറ്റർ M എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ റേഡിയസ് ഉണ്ട് അല്ലേ? റേഡിയസ് എന്താണ്? റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് R ആയിട്ട് എടുക്കാം. the radius is R. Okay, radius R ആണ്. and they have a constant angular velocity omega. അവിടെ ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ആൻഡ് അതിന് നമുക്ക് എങ്ങനെ കൊടുക്കാം? ഒമേഗ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി. ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. എക്സാമിന് വന്നാൽ ഇതൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട് പോലെ ആദ്യം എഴുതണം. ഇനിയാണ് നമ്മളതൊരു ഇക്വേഷനിലേക്ക് മാറ്റാൻ പോകുന്നത്. ഇവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ആക്ട് ചെയ്യുന്നത് തുല്യമായിരിക്കും. അപ്പം നമുക്കിനി എന്തിവിടെ എഴുതണം? ഇവിടെ അനുഭവപ്പെടുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും തുല്യമാണ് എന്നാണ് കാണിക്കേണ്ടത് അല്ലേ? സോ വി ക്യാൻ റൈറ്റ് സെൻട്രിപെറ്റൽ ഫോഴ്സ് equal to gravitational force. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യണം. സെൻട്രിപെറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഓൾറെഡി നമുക്ക് അറിയാം അല്ലേ? എന്താണ്? M × R × ഒമേഗ സ്ക്വയർ. അതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ. ഇനി കമ്മിങ് ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇപ്പം നമ്മൾ ഇക്വേഷൻ പഠിച്ചല്ലോ. എന്താണ്? G × M1 M2 പകരം ക്യാപിറ്റൽ M × സ്മോൾ m എന്നാക്കുക. ക്യാപിറ്റൽ M × സ്മോൾ m ഡിവൈഡഡ് ബൈ R². ഇനി ഇവിടെ കോമൺ ടേം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. സോ കോമൺ ടേം M ഉണ്ട്, നമ്മൾ രണ്ട് സൈഡിലും കട്ട് ചെയ്ത് കളയുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കേ. കോമൺ ആയിട്ട് ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ളതിനെ മാത്രം നമുക്ക് എടുത്തെഴുതാമല്ലോ. എന്താ എഴുതേണ്ടത്? ഇവിടെ നമുക്ക് ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് കിട്ടിയത്? നമുക്കിങ്ങനെ കിട്ടി. ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ GM ഡിവൈഡഡ് ബൈ എന്ത് വരും? R ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു GM ബൈ R². അപ്പോൾ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു GM ഡിവൈഡഡ് ബൈ R³ എന്ന് കിട്ടി.
ഇവിടെ നമുക്കിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണ്? നമുക്കറിയാം ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? ഒമേഗ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 2π/t. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ഒമേഗ ഇൻ ദി ഫസ്റ്റ് ഇക്വേഷൻ. സോ ഒമേഗയുടെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കിയാലോ? നോക്കാം. അപ്പം നമുക്ക് കിട്ടാൻ പോകുന്നത് ഇങ്ങനെയാണ്. അതായത് 2π/t² ഇസ് ഈക്വൽ ടു എന്ത് വരും? gm/r³. gm/r³. ഇനി ഇതിന് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് എന്തായിട്ട് മാറും? ഇങ്ങനെയാണ് വരാൻ പോകുന്നത്. 4π² ഡിവൈഡഡ് ബൈ t² ഈക്വൽ ടു gm/r. ഇവിടെ നമുക്ക് gm/r³ എന്നാണ് അല്ലേ? gm/r³ എന്നാണ് കേട്ടോ. ഇവിടെ മിസ് സ്ക്വയറിനാണ് എഴുതിയത്, അത് r³ എന്നാണ്. അപ്പോൾ നമുക്കത് റൈറ്റ് ചെയ്യാം കേട്ടോ. r³. ഇവിടെയും r³ ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് r² എന്നുള്ളൊരു ഇക്വേഷനാണ്. സോ r² t² എന്തായിട്ട് മാറി? t² ഇസ് ഈക്വൽ ടു എന്താണ്? 4π² ബൈ gm ഇൻറ്റു എന്തുണ്ട് നമുക്കവിടെ? r³ ഉണ്ടല്ലേ? r³. അപ്പോൾ നമുക്ക് വേണ്ട സംഭവം നമുക്ക് ഇതിന് കിട്ടിയത് ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം വേണം. ഇതാണ് ഫൈനൽ ഇക്വേഷൻ. ഇതിൽ നിന്ന് നമുക്ക് വേണ്ട കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അതായത് t³ എന്ന് പറഞ്ഞാൽ t² എന്ന് പറഞ്ഞാൽ r³ പ്രപ്പോർഷണലാണ്. ടൈം പീരീഡിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ദ റേഡിയസ്. സോ നമുക്കതിനെ ആ ആറിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാം? We can replace this r as a. What is a according to Kepler's third law? A എന്ന് പറഞ്ഞാൽ it is a semi major axis അല്ലേ? അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എടുക്കാം? t² നമുക്കതിനെ ഇങ്ങനെ എഴുതാം. t² proportional to a³. This is our final ഡിഡക്ഷൻ. അതായത് ഡിഡക്ഷൻ ഓഫ് കെപ്ലേഴ്സ് തേർഡ് ലോ എന്ന് പറയുമ്പോൾ എന്താണ്? t² ഇസ് പ്രപ്പോർഷണൽ ടു a³. t ഇസ് ദ ടൈം പീരീഡ്. r എന്ന് പറഞ്ഞത് നമ്മൾ a ആയിട്ട് എഴുതി. ബിക്കോസ് a എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സെമി മേജർ ആക്സിസ്. എല്ലാവർക്കും ക്ലിയർ അല്ലേ? അപ്പോൾ ഈ കെപ്ലേഴ്സിൻ്റെ മൂന്നാം നിയമത്തെ എങ്ങനെയാണ് നമ്മൾ ഇക്വേഷനിലേക്ക് ആക്കുക എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എഴുതണം കേട്ടോ. അപ്പോൾ നമ്മൾ വന്നത് ഇക്വേഷൻ എന്താണ്? t², അതായത് ടൈം പീരീഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ്. കാര്യം മനസ്സിലായല്ലോ? മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് നമ്മൾ പഠിച്ചല്ലേ? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ സിമ്പല് ക്യാപിറ്റൽ G ആന്ന് പഠിച്ചു. പിന്നെ എന്തൊക്കെ പഠിച്ചു? ഈ കോൺസ്റ്റന്റിന് ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്. ദാറ്റ് ഈസ് 6.67 ഇൻറ്റു 10⁻⁻11 അല്ലേ? 10⁻⁻11 ആണെന്ന് പഠിച്ചു. അതുപോലെ ഒരു കാര്യം ഇവിടെ പഠിച്ചല്ലേ? യൂണിറ്റ് പഠിച്ചല്ലേ? അതിൻ്റെ SI യൂണിറ്റ് എന്താണ്? അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. അത് പഠിച്ചു. അതുപോലെ ഒരു കാര്യം കൂടി അതോടൊപ്പം ആഡ് ചെയ്യുവാണ്. ഈ ഒരു ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് കണ്ടുപിടിച്ചത് ആരാണ്? ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ ഹെൻറി കാവൻഡിഷ്. ഓക്കെ, ഹെൻറി കാവൻഡിഷ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് ഈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് അഥവാ ക്യാപിറ്റൽ G എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റിനെ ഈ ഒരു യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്. മനസ്സിലായോ? സോ G വാസ് ഡിസ്കവേർഡ് ബൈ, അല്ലെങ്കിൽ ആ ഒരു ടേമിനെ കോയിൻ ഔട്ട് ചെയ്ത സയൻറ്റിസ്റ്റ് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ് കേട്ടോ. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. ഇനി നമ്മൾ കാണുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ദി എർത്ത്. ഭൂമിയുടെ എന്താണ്? ഗ്രാവിറ്റി അല്ലെ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എങ്ങനെയാണ് ഈ ഒരു ഗുരുത്വാകർഷണം ഭൂമിയിൽ അനുഭവപ്പെടുന്നത്? അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ഒരു ആകർഷണം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ആണ് നേച്ചറിലുള്ളത്. എന്താ? ഗ്രാവിറ്റി. അങ്ങനെയാണെങ്കിൽ
ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇതിനൊരു സിമ്പിൾ ഉണ്ട് കേട്ടോ. എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ സിമ്പിൾ? സ്മോൾ ലെറ്റർ ജി ആണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അതിനെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആയിട്ട് മാറിപ്പോകരുത് കേട്ടോ. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഹെൻറി കാവനിഷ് കണ്ടുപിടിച്ചു, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അപ്ലൈ ചെയ്തു. അപ്പോഴാണ് F is equal to capital G into m1 m2 by r square എന്നൊരു ഇക്വേഷൻ കിട്ടുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ദി എർത്ത്. നമ്മുടെ ഭൂമിയുടെ കേസ് എടുക്കുമ്പോൾ അവിടെ അനുഭവപ്പെടുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അതിൻ്റെ സിമ്പിളാണ് എന്ത്? സ്മോൾ ലെറ്റർ ജി എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് നോക്കണ്ടേ? നോക്കാം. ഇറ്റ് ഈസ് ദ ആക്സിലറേഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ എ ബോഡി falling freely towards the earth. അതായത് ഭൂമിയിലേക്ക് ഒരു ബോഡി ഫ്രീ ഫോൾ ചെയ്യുന്ന സമയത്ത് അവിടെ അനുഭവപ്പെടുന്ന ആക്സിലറേഷൻ ആണ് എന്ത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ സിമ്പിൾ സ്മോൾ ലെറ്റർ ജി ആണ്. ഇനി ഇതിനൊരു വാല്യൂ ഉണ്ടല്ലേ? എന്താണ് അതിൻ്റെ വാല്യൂ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, 9.8 ആണ്. പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ 10 ആണ് അതിൻ്റെ വാല്യൂ എന്ന് പറയാം. ഇനി ഈ ആക്സിലറേഷന് ഒരു യൂണിറ്റ് ഉണ്ടല്ലോ, എന്താണ് യൂണിറ്റ്? യെസ്, ഈ ജിയുടെ യൂണിറ്റ് SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? ഇറ്റ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ആക്സിലറേഷൻ അല്ലേ? അപ്പോൾ എന്തായിരിക്കും ആക്സിലറേഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞേ? ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് ടൈം ആണ് ആക്സിലറേഷൻ. ദാറ്റ് മീൻസ് ദ യൂണിറ്റ് ഇസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ എന്ത് എഴുതണം? സ്മോൾ ജി ഈസ് ഈക്വൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വാല്യൂ മനസ്സിലായില്ലേ? ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ജി, അതുപോലെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ജി. ഇവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ എന്താണെന്നാണ് നമ്മളൊരു റിലേഷനിലൂടെ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ റിലേഷനിലേക്ക് പോകാൻ എല്ലാവരും റെഡിയല്ലേ? സോ ലെറ്റ്സ് കൺസിഡർ എ ബോഡി ഓഫ് മാസ് സ്മോൾ m ആൻഡ് ലെറ്റ് ഇറ്റ് ബി അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് r ഫ്രം ദ സെൻറ്റർ ഓഫ് ദി എർത്ത്. അപ്പോൾ ഭൂമിയെയാണ് നമ്മൾ ക്യാപിറ്റൽ M മാസായിട്ട് എടുത്തേക്കുന്നത്. ആ ഭൂമിയിൽ നിന്ന് ഒരു റേഡിയസ് r ദൂരത്താണ് നമ്മൾ മറ്റൊരു ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നൗ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അക്കോർഡിംഗ് ടു യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഫോഴ്സിൻ്റെ, നമുക്കതൊന്ന് നോക്കാം. F is equal to നമ്മൾ എന്താ പഠിച്ചത്? യെസ്, F is equal to G into mm by r സ്ക്വയർ എന്നാണ് നമ്മൾ പഠിച്ചത്. റേഡിയസ് r ആണെങ്കിൽ r സ്ക്വയർ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? സോ ലെറ്റ് ഇറ്റ് ബി ദ ഫസ്റ്റ് ഇക്വേഷൻ. ഇത് നമ്മൾ എടുത്തത് എങ്ങനെയാണ്? അക്കോർഡിംഗ് ടു ദ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ന്യൂട്ടൻ്റെ യൂണിവേഴ്സൽ ലോ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതിയേക്കുന്നത്. ഇനി അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പ്രകാരം again we have an equation F is equal to എന്താണ്? ma എന്നാണ്. ആക്സിലറേഷൻ നമ്മൾ എർത്തിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ mg എന്ന് എടുക്കാമല്ലോ. സോ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 2. സോ രണ്ടും ഫോഴ്സിൻ്റെ തന്നെ ഇക്വേഷൻസ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷനെ കൂടി എന്ത് ചെയ്യാം? വി ക്യാൻ കമ്പയർ ദ വാല്യൂസ് ഓഫ് ദ ഫോഴ്സസ്. സോ നമുക്കിങ്ങനെ എഴുതാം, mg എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു gmm by r സ്ക്വയർ അല്ലേ? ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. ഇവിടെ മാസ് സ്മോൾ m എന്ന് പറയുന്നത് കോമൺ ആണ്, നമുക്കത് കട്ട് ചെയ്ത് കളയാം. സോ ബാക്കി നമുക്ക് എന്ത് കിട്ടി? യെസ്, സ്മോൾ ലെറ്റർ g എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത് ആണ്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഇൻറ്റു മാസ് ഓഫ് ദി എർത്ത് ഡിവൈഡഡ് ബൈ r സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് r സ്ക്വയർ നമുക്ക് സ്മോൾ r സ്ക്വയർ എന്ന് എടുക്കാം. ഓക്കെ, ഇനി ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത്, ഓൺ ദി എർത്ത് സർഫസ് നമുക്കറിയാം, ഓൺ എർത്ത് സർഫസ്, ഓൺ ദി എർത്ത് സർഫസ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്, റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ R. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? ദർ വിൽ ബി എ ചേഞ്ച് ഇൻ ദ വാല്യൂ അല്ലേ? നമുക്ക് എന്ത് കിട്ടും? G വിൽ ബി ഈക്വലൻ ടു
GM/R². ഇതാണ് നമുക്കിടുന്ന ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ റിലേഷൻ between acceleration due to gravity and the gravitational constant. അങ്ങനെ നമ്മളിത് ചെയ്തു വരുമ്പോഴാണ് നമുക്ക് എന്ത് ആൻസർ കിട്ടുന്നത്? ജിയുടെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടിയത്? വാല്യൂ ഓഫ് ജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, 9.8 m/s² എന്ന് നമ്മൾക്ക് കിട്ടുന്നത് ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് കേട്ടോ. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്നത്. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ വാല്യൂ ഓഫ് ജി ആണ് നമ്മൾ 9.8 m/s² എന്ന് പറയുന്നത്. ആൻഡ് ദർ ഇസ് എ സ്ലൈറ്റ് വേരിയേഷൻ ഫോർ ജി ഫ്രം പ്ലേസ് ടു പ്ലേസ്. അതിനൊരു കാരണമുണ്ട്. എന്തുകൊണ്ടാണ് വേരിയേഷൻ ഉണ്ടാവുന്നത്? ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ ഹൈറ്റ് ഓർ ഡെപ്ത് ഓഫ് ദ പ്ലേസ്. ആ സ്ഥലത്തിൻ്റെ ഹൈറ്റോ അല്ലെങ്കിൽ ഡെപ്തോ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കൺസെപ്റ്റ് മനസ്സിലായി. നമുക്കൊരു ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ജി ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത്? അതായത് ഇക്വേറ്ററിലാണോ പോൾസിലാണോ എന്നുള്ളതാണ് നമുക്കുള്ള ചോദ്യം. നമ്മൾ ആദ്യമേ പറഞ്ഞു ജിയുടെ വാല്യൂ ഹൈറ്റ് ഓർ ഡെപ്ത് ഓഫ് എ പ്ലേസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമുക്കറിയാലോ എർത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എ പെർഫെക്റ്റ് സ്ഫിയർ, ഒരു എലിപ്റ്റിക്കൽ പാത്ത് ആണ് അല്ലേ, എന്താ പറയുക, സ്പിറിക്കൽ ഷേപ്പാണ്, സർക്കിൾ അല്ല. അപ്പോൾ ഇറ്റ് ഈസ് എന്താ പറയുക, ഫ്ലാറ്റൻഡ് അറ്റ് ദ പോൾസ് ആൻഡ് ബൾജ്ഡ് അറ്റ് ദ ഇക്വേറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ പോൾസിലേക്ക്, ഈ പോൾസ് ആണ് മാക്സിമം എന്താ പറയുക ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉള്ള സ്ഥലം. സോ മാക്സിമം വാല്യൂ ഓഫ് ജി ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ഇസ് ഫെൽറ്റ് ഓൺ എവിടെയാണ്? ഓൺ ദ പോൾസ്. അപ്പോൾ പോൾസ് ആണ് ആൻസർ. അപ്പോൾ എന്തുകൊണ്ടാണ് പോൾസ് വരാനുള്ള കാരണം? കാരണം ഇതാണ്, ഫ്രം ദ സെൻറ്റർ ഓഫ് ദി എർത്ത് ടു ദ പോൾസ്. എർത്തിന്റെ സെൻറ്ററിൽ നിന്നും പോൾസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മിനിമം ആണ്. എന്താണ് കാരണം? ഡിസ്റ്റൻസ് ഫ്രം center of the earth to the poles എന്താണ്? it is minimum. distance from the center of the earth to the poles എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ എന്താണ്? it is minimum. അതുകൊണ്ട് തന്നെ അവിടെ അനുഭവപ്പെടുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? യെസ്, ജി എന്ന് പറയുന്ന GMM/R² എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി മാക്സിമം. ഓക്കെ, ഇറ്റ് വിൽ ബി ദ വാല്യൂ ഓഫ് ജി വിൽ ബി മാക്സിമം അറ്റ് ദ പോൾസ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ? സോ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപ് കാവൻഡിഷിൻ്റെ ഒരു വളരെ പ്രശസ്തമായൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ മുന്നിൽ ഒന്ന് പറയാൻ മിസ് ആഗ്രഹിക്കുക. അതായത് കാവൻഡിഷ് വെയ്ഡ് ദ എർത്ത്. ഭൂമിയെ കാവൻഡിഷ് തൂക്കി നോക്കിയിട്ടുണ്ട് എന്നൊരു പ്രസ്താവന രസകരമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചു കാണും അല്ലേ? അപ്പോൾ നമുക്കറിയാം കാവൻഡിഷ് ആണ് എന്ത് ചെയ്യുന്നത്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? GMM/R² നമ്മൾ പഠിച്ചു. അതിൽ ജിയുടെ വാല്യൂ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ് അല്ലേ? അപ്പോൾ അതിനുശേഷം നമ്മൾ ഗ്രാവിറ്റിയുടെ ഇക്വേഷനിലേക്ക് വന്നു. അതായത് ജി ഈസ് ഈക്വൽ ടു GM/R² എന്ന് പഠിച്ചു. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മാസ് ഓഫ് ദി എർത്ത് കണ്ടുപിടിക്കാം. എങ്ങനെയാ? G/G. ശരിയല്ലേ? സോ ബൈ നോയിങ് ദ വാല്യൂ ഓഫ് ഗ്രാവിറ്റേഷൻ constant 6.67 into 10⁻⁻11 Newton meter square per kilogram square. Value of acceleration due to gravity as 9.8 m/s², and radius of the earth. We can find out the mass of the earth. അല്ലേ? അങ്ങനെ എർത്തിന്റെ മാസ് കണ്ടുപിടിക്കപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? അങ്ങനെയാണ് കണ്ടുപിടിച്ചത് അല്ലേ? സോ ഹെൻറി കാവൻഡിഷ് ആണ് എന്താ ഈ ഒരു വാല്യൂ ഓഫ് ജി മാസ് ഓഫ് ദി എർത്ത് കണ്ടുപിടിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത്. സോ നമ്മൾ ഫണ്ണി ആയിട്ട് എന്ത് പറയാറുണ്ട്? ഹെൻറി കാവൻഡിഷ് വെയ്റ്റഡ് അല്ലെങ്കിൽ വെയ്റ്റ് ദ മൂൺ, വെയ്റ്റ് ദ എർത്ത്. ഭൂമിയെ കാവൻഡിഷ് എന്ത് ചെയ്തു? തൂക്കി നോക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിലാവുന്ന വേണം. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാമല്ലോ. നമ്മൾ കാണുക മറ്റൊരു ഡെറിവേഷൻ ആണ്.
ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബിലോ ആൻഡ് എബവ് ദ സർഫസ് ഓഫ് ദി എർത്ത്. അതിൽ തന്നെ വരുന്ന ഒന്നാമത്തെ ഡെറിവേഷൻ ഇങ്ങനെയായിരിക്കും, വേരിയേഷൻ ഓഫ് ജി വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. ഹൈറ്റിനനുസരിച്ച്, എന്താണ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്? ഹൈറ്റ് അല്ലേ. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്. ഹൈറ്റിനനുസരിച്ച് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ കൂടുമോ കുറയുമോ, അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഒരു പിക്ചർ കാണാം. ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് കാണാവുന്നത് പോലെ തന്നെ ഒരു ഭൂമിയെ നിങ്ങൾക്ക് കാണാം. എർത്തിൻ്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ R എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഭൂമിയുടെ ഔട്ടർ സർഫസിൽ ഒരു ഹൈറ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. അതാണ് ഗ്രാവിറ്റീനെ G എന്ന് എടുക്കുന്നു. പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ അത് GH ആണ് ഈ ഒരു പോയിന്റ് അനുഭവപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാണെങ്കിൽ നമുക്ക് ആ ഡെറിവേഷനിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇത്രയും ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? അപ്പോൾ നമുക്ക് ആ ഡെറിവേഷൻ ഒന്ന് നോക്കാം. അത് ഇങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കേണ്ടത്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്. ഭൂമിയുടെ സർഫസിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇക്വേഷൻ ഇങ്ങനെയാ. എന്താണ്? G = gmm/r². അതെല്ലാവർക്കും അറിയാലോ, സംശയങ്ങളൊന്നുമില്ല. മറ്റൊന്ന്, അറ്റ് ഹൈറ്റ് h ആകുമ്പോൾ അവിടെ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റി എന്തായിരിക്കും? നമ്മൾ ആ പടത്തിൽ കണ്ടതുപോലെ തന്നെ ആറിൻ്റെ അവിടെ എന്ത് ചെയ്യണം? മൊത്തം ഇവിടെ നിന്ന് ഇത്രയും വരും അല്ലേ. അതായത് R+h ആയിരിക്കും അവിടെയുള്ള ടോട്ടൽ റേഡിയസ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? G = gm/r+h² എന്നാണ് നമ്മൾ എടുക്കേണ്ടത്. അതെല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ഈ ഒരു ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ബൈ ദ സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ ലെറ്റ് ദ ഫസ്റ്റ് ഇക്വേഷൻ ഇസ് ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? യെസ്, വി വിൽ ഗെറ്റ് G ബൈ, ഇവിടെ ഹൈറ്റ് എടുക്കുമ്പോൾ നമുക്ക് അതിന് GH എന്ന് എടുക്കാം കേട്ടോ. G/GH = ഡിവൈഡ് ചെയ്യുവാണ് നമ്മളിവിടെ. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും? GHന്റെ വാല്യൂ മുകളിൽ വരും അല്ലേ. GM കട്ടായി പോകും. നമുക്ക് അത് എടുക്കേണ്ട ആവശ്യമില്ല, അത് കാണിക്കണ്ട. പകരം ബാക്കി എന്ത് എഴുതുക? അപ്പോൾ R+h മുകളിലോട്ട് വരുമല്ലോ. R+h² ഡിവൈഡഡ് ബൈ R² എന്ന് വരും. ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ വെച്ച് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇവിടെ GHന്റെ വാല്യൂ എടുക്കുക. നിങ്ങൾ GHനെ മാത്രം ഒറ്റയ്ക്ക് നിർത്തുക. അപ്പോൾ അതെന്തായിട്ട് മാറും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ GH എന്താണെന്ന് നമുക്ക് എഴുതണം. GH എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ GH എന്തായിട്ട് കിട്ടും? G ഡിവൈഡഡ് ബൈ ബാക്കി നമ്മൾ എന്താ എഴുതേണ്ടത്? നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇവിടെ നമുക്ക് ഉള്ള കമ്പോണൻസ് നമുക്കൊന്ന് റൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ 1+h/r² എന്ന് വരും അല്ലേ. എന്താ വരിക? 1+h/r² എന്ന് വരും. അതാണ് GH എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടി ഒന്ന് റൈറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എന്താണ് എടുക്കേണ്ടത്? GH എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വലന്റ് ടു G ഇൻറ്റു, ഇതിനെ മുകളിലേക്ക് എടുക്കുമ്പോൾ raised-2 എന്ന് നമുക്ക് ആക്കാം അല്ലേ. അപ്പോൾ അതെങ്ങനെ വരും? G ഇൻറ്റു 1, ഇവിടെ പ്ലസ് എന്നുള്ളത് മൈനസ് ആവും. എങ്ങനെയാ? മൈനസ് 2h/r അല്ലേ. മൈനസ് 2h/r². ഒന്നും കൂടി നോക്കിക്കോ. GH = G ഇൻറ്റു 1 - 2h/r എന്നാണ് നമുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായാലും ജസ്റ്റ് നിങ്ങളിത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നതാണ് GH = എന്താണ്? G ഇൻറ്റു 1 - 2h/r². പഠിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് മനസ്സിലാക്കണം എന്താണ്? ദിസ് ഇക്വേഷൻ ഷോസ് ദാറ്റ് ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് ആസ് ദ ഹൈറ്റ് ഇൻക്രീസസ്. അപ്പൊ എന്ത് മനസ്സിലായി? ആസ് ദ ഹൈറ്റ് ഇൻക്രീസസ്, ഹൈറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഡിക്രീസ്. അപ്പോൾ ഹൈറ്റ് കൂടുമ്പോൾ ആക്സലറേഷൻ ടു ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യും. ഇനി ദിസ് ഇക്വേഷൻ ഇസ് വാലിഡ്. ഈ ഇക്വേഷൻ എപ്പോഴാണ് വാലിഡ് ആവുന്നത്? വെൻ നമ്മൾ എടുക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി നെഗ്ലിജിബിളി വെരി ലെസ് ദാൻ റേഡിയസ് ഓഫ് ദി എർത്ത്.
എർത്തിന്റെ റേഡിയസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞതിന്റെ വാല്യൂ വളരെ ചെറുതായിരിക്കും. ആ ഒരു കേസിലാണ് നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തുന്നത്. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? ഹൈറ്റ് കൂടുമ്പോൾ ഗ്രാവിറ്റി കുറയും. ഹൈറ്റ് കൂടുമ്പോൾ ഗ്രാവിറ്റി കുറയും. മനസ്സിലായല്ലോ? അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ പഠിച്ചു.